എന്ന് മുതലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗെയിമിംഗ് വേൾഡ് കീഴടക്കിയത്? 1950 മുതൽ തന്നെ AI ഗെയിമിംഗ് വേൾഡിലേക്ക് ചുവടുവെച്ചിട്ടുണ്ട്. 1951 നിം എന്ന ഗെയിം, 1980 വളരെ പോപ്പുലർ ഗെയിമായ പാക്മാൻ, ഇവയിലെല്ലാം റൂൾ ബേസ്ഡ് ഡിസിഷൻസ് ആയിരുന്നു AI യൂസ് ചെയ്തിരുന്നത്. പാക്മാൻ ഗെയിമിലെ ഗോസ്റ്റുകൾ AI ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. 1985 സൂപ്പർ മാരിയോ ബ്രോസ് പോലുള്ള ഗെയിമുകളിൽ AI കൺട്രോൾഡ് ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ സ്മാർട്ടറായി. 1997 ഡീപ് ബ്ലൂ വേഴ്സസ് കാസ്പരോവ് ചെസ് മാച്ചിലൂടെ AI വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിനെ മുട്ടുകുത്തിക്കാനുള്ള ശക്തി തെളിയിച്ചു. 2000 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ഫിയർ, GTA പോലുള്ള ഗെയിമുകളിൽ AI NPC, അതായത് നോൺ പ്ലെയർ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു. ഗെയിം വേൾഡ്സ് ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യുവാൻ പ്രൊസീജറൽ ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2015 മുതൽ ഡീപ് ലേണിംഗിന്റെയും ജനറേറ്റീവ് AIയുടെയും വരവോടെ ഗെയിമിംഗ് വേൾഡ് വേറെ ലെവൽ ആയി. ഡോട്ട 2, സ്റ്റാർക്രാഫ്റ്റ് 2 പോലുള്ള ഗെയിമുകളിൽ AI ടോപ്പ് പ്ലെയേഴ്സിനെ പരാജയപ്പെടുത്തി. ഗെയിമിംഗ് വേൾഡ്സ്, ലെവൽസ്, സ്റ്റോറീസ് എല്ലാം മോർ റിയലിസ്റ്റിക് ആയി ക്രിയേറ്റ് ചെയ്യുവാൻ ജനറേറ്റീവ് AIക്ക് സാധിച്ചു. ഗെയിമിംഗ് വേൾഡിലെ AI ജൈത്രയാത്ര ഇന്നും അവസാനിക്കുന്നില്ല.